8ൽ പഠിക്കുമ്പോൾ 8യിൽ പഠിക്കുമ്പോൾ എട്ടരയിൽ പഠിക്കുമ്പോഴാണ് വിജയൻ പോലീസിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. തീർച്ചയായിട്ടും അത് വലിയൊരു സംഭവമാണ്. ഭയങ്കര ടേണിംഗ് പോയിന്റ് ആയിരുന്നു. പോലീസിൽ പോകണമെന്ന് ക്യാമ്പ് കഴിഞ്ഞിട്ടൊരു 2 കൊല്ലം ഞാൻ സെവൻസ് ഭയങ്കര നമ്മുടെ അവിടെ. അപ്പോൾ ഞാൻ കുറേ സെവൻസ് കളിച്ചായിരുന്നു. അതൊരു ഭ്രാന്താണ് ആൾക്കാർ. ഭ്രാന്താണ്, കളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. നമുക്ക് കുറേ പഠിക്കാനുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫുട്ബോളേഴ്സിന്. അപ്പോൾ പൈസയും കിട്ടും. ഒരു 100 രൂപ, ഒരു 200 രൂപ ഒക്കെ കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അന്നത്തെ കാലത്ത് വലിയ പൈസയാണ്. അപ്പോൾ ആ കാശ് കിട്ടുകയും ചെയ്യാം, വീട്ടിൽ കൊടുക്കുകയും ചെയ്യാം. അപ്പം അങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് രാധാകൃഷ്ണൻ സാറ്, ഇവിടെ കേരളമേലെ പേടി രാധാകൃഷ്ണൻ സാറ് ഇങ്ങനെ ഇവിടേക്ക് പറഞ്ഞത്, കേരള പോലീസിലേക്ക് പറഞ്ഞത്. അവിടേക്ക് വിട്ടു. അപ്പോൾ അവിടെ ചാത്തുൻ സാറിൻ്റെ കൂടെ കളിച്ചിട്ടുള്ള കോച്ചാണ് ശ്രീധരൻ സാറ്. അപ്പോൾ ഇങ്ങനെ റെക്കമെൻഡ് ഒരു ചെക്കനെ വിടുന്നുണ്ട്, ഒന്ന് നിങ്ങൾ നോക്കൂ എന്ന് പറഞ്ഞു. ഞാനൊരു ചെറിയ ചെക്കൻ. സാറ് പറഞ്ഞ പോലെ, അല്ല ചേട്ടൻ പറഞ്ഞ പോലെ ഇത്ര സ്മാർട്ട് ഒന്നുമില്ല, കാണാൻ ഇങ്ങനെ ഉണങ്ങിയിട്ട് കറുത്തൊരു എന്താ പറയുക, ഒരു ഗുമ്മല്ലാതെ ചേക്കൻ. ഞാൻ ചെന്നു ട്രയൽ കളിച്ചു. അപ്പോൾ കളി തുടങ്ങി, കുറേ നേരം കളിച്ചു. അപ്പോൾ ഒക്കെ സീനിയർ പ്ലേയേഴ്സാണ്, ഞാനൊക്കെ കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള പ്ലേയേഴ്സ് കളിക്കുന്നത്. സത്യേട്ടൻ മരതൊക്കെ കളിക്കാൻ പോയിക്കോ, ഷർഫലി, പാപ്പച്ചൻ, കുരികേഷ് മാത്യു, വലിയ വലിയ അവരൊക്കെ സ്റ്റേറ്റ് വലിയ പുലികളാണ് കളിക്കണം. അപ്പം അതിൻ്റെ ഇടയിൽ ഞാനൊരു ചെക്കൻ ഇങ്ങനെ നമ്മുടെ ഗ്യാസ് ഔട്ടായി. കളി തുടങ്ങി. 90 മിനിറ്റ് കളിച്ചു. കഴിഞ്ഞു. അപ്പോൾ DIG ഗോപിനാഥ് സാറ് മരിച്ചില്ലേ, ഗോപി സാർ വന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഫെഡ്ലൈറ്റ് ഇട്ടിട്ട് ആൾക്ക് ട്രയൽ തുടങ്ങാം. പിന്നെയും കളിച്ചു. അപ്പോൾ ഫെഡ്ലൈറ്റ് ഇട്ടു. അത് കഴിഞ്ഞപ്പോൾ DGP ജോസഫ് സാറ് വന്നു. അവനെ കണ്ടു, കളിയൊക്കെ കണ്ടു, ഇഷ്ടമായി. അപ്പം ഞാൻ വിചാരിച്ചു തിരിച്ചു വിടും, കാരണം ഏജ് ആയിട്ടില്ല, 18 വയസ്സിലാണല്ലോ ഒരു ജോലി കിട്ടേണ്ടത്, ഗവൺമെൻറ് ജോലി ഉള്ളൂ. അപ്പോൾ 6 മാസം ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഒന്ന് ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞു. അന്ന് പോലീസിൽ ഗസ്റ്റ് കളിക്കലൊന്നുമില്ല, ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞാൻ പോയിട്ട് എന്നാൽ തിരിച്ചു വരാം. എൻ്റെ ഭാഗ്യം കൊണ്ട് ജോസഫ് സാറ് മറ്റേ ഗോപിനാഥ് സാറ് നല്ലൊരു മനസ്സ് കാരണം തിരിച്ചു വിട്ടില്ല. ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് ശരീരം വരട്ടെ, ഇവരെ കൂടെ നിന്നാവോ എന്ന് പറഞ്ഞു. ചേട്ടാ അന്ന് തന്നെ വിട്ടെങ്കിൽ ചിലപ്പോൾ ഞാനൊരു IM വിജയനായി പോയില്ല. കാരണം ചിലപ്പോൾ എൻ്റെ ആ സമയത്ത് അവിടുന്ന് അങ്ങോട്ട് ബ്രേക്കായി പോകും. കാരണം എന്നെക്കാളും നല്ല പ്ലേയേഴ്സ് ഇഷ്ടംമാതിരി ഒരുപാട് പേരുണ്ട്. പക്ഷെ നല്ലൊരു ടീമിലും കിട്ടിയ നല്ല ഒരു കേരള പോലീസ് എന്ന് പറഞ്ഞാൽ അത്ര സ്ട്രിക്റ്റ് ആയിട്ട് കളിക്കാനും ഇതിനുള്ള നല്ല ആൾക്കാരുടെ കൂടെ കളിക്കാൻ, വലിയ പ്ലേയേഴ്സിൻ്റെ കൂടെ കളിക്കാൻ ഒരു അവസരം കിട്ടി. പക്ഷെ എന്നോട് പോയിട്ട് വന്നാൽ വിളിക്കണം എന്നില്ല അവർ. അത് നല്ലൊരു ഡിസിഷനായി. സാറ് പറഞ്ഞത് അവിടെ നിൽക്കുന്നത് 6 മാസം ഞാൻ ഗസ്റ്റ് കളിച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പോയിൻമെൻ്റ് ആയിട്ടാണ് ഞാൻ നാട്ടിലേക്ക് വന്നത്.